കൂട്ടുകാരെ, നാളെ ഞാൻ ബാംഗ്ലൂരിലെ മീറ്റിംഗിന് പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച സുദിനം വന്നിരിക്കുകയാണ്. അടികൈ. ഇന്നാണ് ബെസ്റ്റ് ബേർഡ് ഓഫ് ദ സിറ്റി കോമ്പറ്റീഷൻ. മുമ്പിലിരിക്കുന്ന ആള് ടോപ്പർ, ബാക്കിലിരിക്കുന്ന ആള് ചീറ്റർ. വരൂ നമുക്ക് നോക്കാം ആരാണ് ഇന്നത്തെ കോമ്പറ്റീറ്റർ. നമ്മുടെ നാട്ടിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നു നമ്മുടെ പോപ്പറ്റ്. പിന്നെ കാക്കനാട് നിന്ന് വന്നിരിക്കുന്നു കാക്കച്ചൻ. പിന്നെ കോഴിക്കോട് നിന്ന് മത്സരിക്കാൻ വന്നിരിക്കുന്നു കോഴിരാള. ഞാനാകെ തളർന്നു പോയി സാറേ. എന്റെ കൂട്ടുകാരെ, എന്റെ കയ്യിലുണ്ട് ഫോണിലിടുന്ന മെമ്മറി കാർഡ് 4 GB. പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നിരിക്കുകയാണ് പരിന്ത് ഹബീബി. ഹബീബി, കോമ്പറ്റീഷന് വേണ്ടി ഇതുവരെ ആരും എത്തിയില്ലയ്യ ഹബീബി. എടോ താൻ തിരിഞ്ഞാ നിക്കുന്നേ, ഓഡിയൻസ് ഇവിടെയാ, തിരിഞ്ഞു നോക്ക്. ഹബീബി ഹബീബി, ലൈഫിൽ ഇത്രയും വലിയ ഓഡിയൻസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്തായാലും ഈ മത്സരം വളരെയധികം നന്നായിട്ടുണ്ട്. ഈ കോമ്പറ്റീഷനിൽ എന്തായാലും നമ്മ തന്നെ വിജയിക്കും. നമ്മളല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ. അതെ, ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ ജയിക്കും. ഞങ്ങളുടെ കുടുംബക്കാർ പറക്കും. എന്റെ വല്യച്ഛൻ മോറാണ്. പക്ഷേ നീ പോപ്പട്ടല്ലേ? അല്ല, എനിക്ക് വല്യച്ഛന്മാർ ഒന്നിൽ കൂടുതലില്ലേ, അതുകൊണ്ടാണ് മോർ എന്ന് പറഞ്ഞത്. മോർ വല്യച്ഛൻ, മോർ വല്യമ്മ, മോർ കസിൻസ്, മോർ ഫൺ. ഈ റൗണ്ടിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് ഏത് പക്ഷിയാണോ ആ പക്ഷിയായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. അടികൈ. നോക്കൂ, ഇതാണ് ബോഡി. അഥവാ ഈ പോപ്പറ്റാങ്ങാണ് മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും എനിക്ക് വല്ലാത്തൊരു നാണക്കേടായിട്ട് മാറും. അയ്യോ, അങ്ങോട്ട് നോക്കിയേ, തലയിൽ 2 കൊമ്പുള്ള ആട്ടിൻകുട്ടി. ചോക്കോട്ട് എഴുതിയാൽ അത് കൈകൊണ്ട് മായ്ക്കാം. അടുത്ത റൗണ്ടിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത റൗണ്ടാണ് വോയിസ് ടാലന്റ് റൗണ്ട്. ഏത് പക്ഷിയുടെ സൗണ്ട് ആണോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് ആ പക്ഷി ഈ റൗണ്ടിൽ വിജയിക്കും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. ലെറ്റ്സ് ബ്രേക്ക്. വല്ല ഈ ബോൾ അവന്റെ മേത്ത് കൊണ്ടാൽ ഇവൻ കിടന്ന് അലറും. അഥവാ ഇവൻ കിടന്ന് അലറിക്കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഇവന്റെ ശബ്ദം മോശമാകും. നീ പേടിക്കണ്ട പോപ്പട്ടെ, നിനക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. വീട്ടിൽ വരുമായിരുന്നു ഒരു പൈങ്കിളി.
ഓഡിയൻസിൽ നിന്ന് തുടങ്ങാം കളി. ഓഡിയൻസ് പ്ലീസ്. Pagao, pagao, pao. Pagao, pagao, pao. ഞാൻ ആകെ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി സാറേ. ഇങ്ങനെ കിടന്ന് കാർക്കഞ്ഞ ക്ഷീണിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നെക്സ്റ്റ്. ലസ്സില്ലാതെ ഞാൻ ജ്യൂസ് കഴിച്ചേനെ. ഇപ്പൊ എന്റെ മുടിയെല്ലാം പറന്നു പോയേനെ. അടികൈ. നെക്സ്റ്റ്. അയ്യോ, ആരാ ഈ കിടന്ന് നിലവിളിക്കുന്നേ? വല്ല ഹബീബി, ഇത് എന്റെ ശബ്ദം തന്നെയാണ്. ഇനി എന്റെ ഊഴം. എത്ര മനോഹരമായ ശബ്ദമാണ്. കേൾക്കാൻ തന്നെ വളരെ ഭംഗിയുള്ള ശബ്ദം. എന്റെ കൂട്ടുകാരെ, മെക്കാനിക്കൽ സ്കൂട്ടർ നന്നാക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് കിർ കിർ. എല്ലാ ഓഡിയൻസിന്റെയും റെസ്പോൺസ് പ്രമാണിച്ച് പോപ്പറ്റാണ് വിന്നർ. അടികൈ. ഇവനൊരു പണി കൊടുക്കാൻ ഇതുകൊണ്ട് പുറത്തോട്ട് പോകേണ്ടി വരും. കൂട്ടുകാരെ, പോപ്പന്റെ കയ്യിൽ നിന്ന് ആ മുട്ട സ്വന്തമാക്കാൻ ആ ഹബീബി എന്ത് ചെയ്യും? നമ്മൾ പോപ്പന്റെ കൂടെ തന്നെ ഉണ്ടാവണം. വാ. ഞാൻ ആകെ വല്ലാണ്ട് ക്ഷീണിച്ചു പോയ എന്റെ സാറേ. എന്താ പിടിച്ചോ? മതി, ഇനി ക്ഷമിക്കാൻ വയ്യ. ആ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണം. എന്റെ കൂട്ടുകാരെ മര്യാദക്ക് വെറുതെ വിടാനാ പറഞ്ഞത്. ഓ വല്ല നിങ്ങളെ കൂട്ടുകാരന് നിങ്ങളെ കുറിച്ച് ഒരു ചിന്തയുമില്ലല്ലോ. താഴേക്ക് വിടാനാണ് പറയുന്നത്. വാ പോപ്പട്ടെ. ഞാനൊരു പക്ഷി ആയതുകൊണ്ട് മറ്റൊരു പക്ഷി എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നാൽ അതിന്റെ ചിറകുണ്ടാകുന്ന വേദന എനിക്കറിയാം. അതുകൊണ്ട് ഇവനെ ഞാൻ തീർച്ചയായും സഹായിക്കും. വല്ല ഹബീബി, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ വിട്ടിട്ട് പോകാമായിരുന്നു. പക്ഷേ എന്നെ നിങ്ങൾ ഈ അവസരത്തിൽ രക്ഷിച്ചു. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രൂപ കൊണ്ട് ചിലപ്പോൾ ഞാനായിരിക്കും വലുത്, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ തന്നെയാണ് വലുത്. ശരിക്കുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ തന്നെയാണ്. വരൂ, വൈകിയാണെങ്കിലും നല്ല ബുദ്ധി വന്നു. പോപ്പട്ടെ, വേഗം വാ. നിനക്ക് വേണ്ടി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എടാ ബണ്ണി, ആ ഫോൺ വേഗം എടുക്ക്. ഞാൻ ബിസിയാണ്. ഹണി, നീ ആ ഫോൺ എടുക്ക്. ഞാൻ എന്തിനാ എടുക്കുന്നത്? ഈ ഫോൺ എന്റെ ഒന്നല്ലല്ലോ. എടേ, ആരെങ്കിലും ഒന്ന് വേഗം ഫോൺ എടുക്കടേ. ഈ വീടിന്റെ ഭാരവും ഞാൻ ചുമക്കണം, അതുപോലെ ഈ ഫോണും ഞാൻ ചുമക്കേണ്ട അവസ്ഥയാ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആ, അത് കൊള്ളാം. താനല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? അപ്പൊ താനല്ലേ ആരാണെന്ന് പറയേണ്ടത്? ഫോൺ ചെയ്തത് ഞാനാണെന്ന് എനിക്കറിയാലോ. പക്ഷെ താൻ ആരാണെന്ന് പറയേ. ഞാൻ പോപ്പട്ടാണ് സംസാരിക്കുന്നത്. താൻ പോപ്പട്ടായിരിക്കുക അല്ലെങ്കിൽ മൊപ്പട്ടായിരിക്കുക, അതിൽ എനിക്കെന്താ പ്രശ്നം? ശരി, അതൊക്കെ വിട്ടേക്ക്. നീ ഒരു കാര്യം പറയേ, ഇത് എത്ര വിരലുകളാണ്? എടാ, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ ഞാൻ എങ്ങനെ അറിയാം എത്ര വരലാന്ന്? എനിക്കറിയായിരുന്നു നീ പറയില്ല എന്ന്. അയ്യോ, അല്ല, ആരാ എന്നെ തല്ലിയത്? ശരി മോനെ, അത് വിട്ടേക്ക്. എന്നാൽ ഇപ്പൊ പറയേ, ഇത് എന്തിന്റെ സ്മെല്ലാണ്? എന്തോ പ്രാങ്കോളാണെന്നാ തോന്നുന്നത്. എന്റെ മോനെ, നീ ദേഷ്യം പിടിച്ചോന്ന് തോന്നുന്നു. എന്നെ മനസ്സിലായില്ലേ? എന്നാ ഒരു മിനിറ്റ്, ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. മോനെ, ഇത് ഇന്നത്തെ ടെക്നോളജിയാ. എന്താ പറയാ, എടാ, ഞാൻ നിന്റെ നാട്ടിൽ നിന്ന് വിളിക്കുവാ. തൊട്ടടുത്ത വീട്ടിലുള്ളതാ ബഫല്ലോ അപ്പൂപ്പൻ. അയ്യോ, നമസ്കാരം അപ്പൂപ്പ. അല്ല, എന്താ പതിവില്ലാതെ ഒരു ഫോൺ കോള്? നോക്കടാ മോനെ, മുകളിലുള്ളവൻ എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ തരുന്നവൻ തന്നെ അങ്ങനെ അങ്ങ് എടുക്കും.
എന്നാ അത് കളഞ്ഞേക്ക്. ഇന്ന് വൈകിട്ട് എന്റെ അനുജൻ ഓക്സ്ഫോർഡ് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ അവിടെ തന്നെ താമസിക്കും. അവനെ നന്നായിട്ട് നോക്കിക്കോളണം, കേട്ടല്ലോ? എന്നാ മുത്തശ്ശ ശരി മോനെ, ഞാൻ ഫോൺ വയ്ക്കുകയാണേ. ഞാൻ ഫോൺ ചോദിച്ച ആള് അദ്ദേഹത്തിന്റെ ഫോൺ ചോദിക്കുക. ശരി മോനെ, എന്നാലേ ഞാൻ വയ്ക്കുകയാണേ. ഇതുപോലെ രാജ്യത്ത് ഒരെണ്ണം മതി, അതോടവിടെ മുടിയും. അത് സത്യമാണ് മോനെ, ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ മറ്റൊരാള്? എന്നാ ഞാൻ വയ്ക്കുകയാണേ. താൻ എന്താ ഈ കാണിച്ചത്? എനർജി 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 എനർജി. എവിടെ പോയി എന്റെ എനർജി? എനർജി 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 എനർജി. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇത്ര എനർജി ഉണ്ടല്ലോ, അതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാന്ന് വിചാരിച്ചു. നോർമലായിട്ട് 5 ഘട്ടം മാത്രമേ കാണിക്കൂ. ദേ ഇപ്പൊ ചാർജ് ചെയ്യുമ്പോഴേ 8 ഘട്ടേ കാണിക്കുന്നത്. ഓസ്കോടി ചേട്ടാ, നിങ്ങൾ വൈകിട്ടല്ലേ വരുമെന്ന് പറഞ്ഞേ, പിന്നെ എങ്ങനെ എത്ര പെട്ടെന്നെത്തിയേ? എനർജി എനർജി. ഞാൻ ട്രെയിനിലാണ് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ട്രെയിൻ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ട്രെയിൻ എടുത്ത് എന്റെ തോളിൽ വെച്ച് സ്റ്റേഷനിലേക്ക് വന്നു. നാട്ടുകാരെ കൊണ്ടു നടക്കും ആ ട്രെയിൻ, പക്ഷെ ഞാൻ പൊക്കിയെടുത്തു അതെന്റെ ട്രെയിൻ. നിങ്ങളെ പരിചയപ്പെട്ടത് വലിയ സന്തോഷമുണ്ട്. ചോർദാറ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സോപ്പ് കണ്ടപ്പോൾ എന്റെ തലയ്ക്കകത്ത് വലിയ പ്രശ്നമുണ്ടാവുകയാണ്. കുത്തി മറിക്കാൻ തോന്നുകയാണ്. എന്തായാലും എന്റെ ഷേപ്പിനത് ഓക്കെയാ. ഓ എനർജി എനർജി. ഈ പട്ടണം എത്ര മനോഹരമാണ്. എന്തുമാത്രം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എനർജി. അതെ, പാർക്കിലേക്ക് പോകാം. വേണ്ട വേണ്ട, പാർക്കിലൊക്കെ കുട്ടികളാ പോകുന്നത്. ഓക്സ്ഫോർഡ്, നീ വലിയ ആളല്ലേ, നമുക്ക് നദിക്കരയിൽ നടക്കാൻ പോവാം. അയ്യോ വേണ്ട വേണ്ട, നദികൾ എന്തായാലും നീ നാട്ടിലൊക്കെ കണ്ടു കാണുമല്ലോ. നിനക്ക് പട്ടണമാണല്ലോ കാണേണ്ടത്. എനർജി. ചുവന്ന കളർ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുകയാണ്. എനിക്കെല്ലാം നശിപ്പിക്കണം. എന്റെ അമ്മേ. വെയിറ്റർ ചേട്ടാ, നമ്മുടെ ഓക്സ്ഫോർഡ് ചേട്ടന് വേണ്ടി സർബത്ത് കൊണ്ടുവരൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയാണ് തമാശ. അതെ, സർബത്ത് വേണ്ട, ജ്യൂസ് കൊണ്ടുവന്നേക്ക്. ശരി. ചേട്ടാ, ചുമന്നതായിട്ട് ഒന്നും തന്നെ വേണ്ട. ഓക്കെ. മിൽക്ക് ഷേക്ക് കൊണ്ടുവന്നാ മതി. എനർജി എനർജി എന്നിലുണ്ടാക്കുന്നു ഏറ്റവും വലിയ എനർജി. വെറുതെ ദേഷ്യം പിടിക്കല് കേട്ടല്ലോ. നോക്കോ, ഇത് ദേഷ്യം ശമിക്കാനുള്ള ഗുളികകളാണ്. ചുവപ്പ് കണ്ടാൽ എനിക്കുണ്ടാകും ദേഷ്യം. ചുവപ്പ് കളർ കാണിച്ച് കാണിച്ച് ഇദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്നത് ആ സണ്ണിയാ. എടാ പോകട്ടെ, ആ ഫോൺ എടുത്ത് സണ്ണിക്ക് കൊടുക്ക്. ഈ ഫോൺ നീ തന്നെ വെച്ചോ, സണ്ണി. സണ്ണി, ഓക്സ്ഫോർഡിനെ ശാന്തനാക്കണമെങ്കിൽ ഈ ബാഗിൽ സ്പ്രേ എടുത്തൊന്ന് അടിച്ചാൽ മാത്രം മതി.
എനർജി എനർജി എന്റെ എനർജി കൊണ്ട് ഇന്ന് നിന്റെ കഥ ഞാൻ തീർക്കും. ചുവപ്പ് എന്നിൽ ദേഷ്യമുണ്ടാക്കുന്നു. സണ്ണി, നിന്റെ തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങൾ പറക്കാനുള്ള സമയമായി കഴിഞ്ഞു. വേണ്ട, എന്നെ തല്ലരുത്. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ഇവിടെ നിന്റെ IQ കൂട്ടാൻ തീരുമാനിച്ചു ഹണി. ഇപ്പൊ നിന്റെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 3 എണ്ണം നീ സോർദാറിന് കൊടുത്തു. അപ്പൊ നിന്റെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 2 മാതളം. ഇതിനിടയ്ക്ക് ഈ മാതളം എവിടുന്ന് വന്നു? അത് ഞാനേ ബാക്കിയുള്ള ആപ്പിളിന് പകരമായിട്ട് വാങ്ങിച്ചതാ. ശരി, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. നിന്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്. അതിലൊരു 10 ലക്ഷം എനിക്ക് തന്നു. 5 പോപ്പറ്റിനും 10 ജോർദാറിനും കൊടുത്തു. പിന്നെ നിന്റെ കയ്യിൽ എത്രയുണ്ട്? വെരി സിമ്പിൾ, 70 ലക്ഷം. 70 അല്ലടേ, 75. അല്ലല്ല, 70 തന്നെയാ. ഞാൻ പോപ്പട്ടിനും കൊടുത്തത് 10 തന്നെയാണ്. അവനെന്തിനാ വെറുതെ 5 കൊടുക്കുന്നേ? ഹീസ് മൈ ഫ്രണ്ട്. ഇവനെ പഠിപ്പിക്കാൻ നോക്കുന്നതും ട്രെയിനിന്റെ അടിയിൽ തലവെക്കാൻ നോക്കുന്നതും ഒരുപോലെ തന്നെയാ. നീ വിഷമിക്കണ്ട, ഞാൻ ഇവന്റെ IQ കൂട്ടാനുള്ള ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ഇന്ന് തന്നെ എത്തും. ആഹാ, കൊള്ളാലോ. ആദ്യമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്. ഞാൻ ആ ബുക്കേ ഫ്രെയിം ചെയ്ത് വെക്കും, നോക്കിക്കോ. അത് ഫ്രെയിം ചെയ്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല, എടുത്ത് തുറന്നു നോക്കണം. എന്തായാലും അത് വന്നോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത് എപ്പോ വരും? എനിക്ക് ഇപ്പൊ തന്നെ IQ കൂട്ടാൻ ധൃതിയായി. എനിക്കത് ഇപ്പൊ തന്നെ കിട്ടണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ആ ആനയോടും പാറ്റയോടും നമുക്ക് കാര്യം തിരക്കാം. ഞാൻ ഇന്നലെ അവരെ കണ്ടായിരുന്നു. അവർക്കും കൊറിയർ കിട്ടാനുണ്ട്. ചിലപ്പോ അവർക്കറിയാമായിരിക്കും കൊറിയർ എപ്പ കിട്ടുമെന്ന്.